മോളായിരുന്നോ? വാ വാ. മോളെ വിളിച്ചൊന്ന് സംസാരിക്കണോന്ന് ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. വക്കീൽ ഇവിടില്ലേ? ഓ, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാ വിളിക്കാൻ അങ്ങോട്ട് കേറിയേ. കാപ്പി എടുക്കട്ടെ? ഏയ് വേണ്ടമ്മേ, ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയത്. മോള് കല്യാണത്തിന് സമ്മതം പറഞ്ഞിട്ടും മുകുന്ദന് ഒരു മനസമാധാനവും ഇല്ല. മോൾക്ക് എന്തോ സന്തോഷക്കുറവുണ്ടെന്ന് അവൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ കല്യാണത്തിന് മുമ്പുള്ള ടെൻഷനായിരിക്കുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു നോക്കി. എവിടെ അവൻ ആ ചിന്ത തന്നെയാ. അല്ല, അവനെയും കുറ്റം പറയാൻ പറ്റില്ല. വർഷങ്ങളോളവും പ്രേമിച്ച് ഒരുത്തി ചതിച്ചിട്ട് പോയപ്പോ അവനുണ്ടായ സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മോള് കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മ മരിച്ചു പോകേണ്ടതാ. മോള് കളിയും ചിരിയുമായി അവന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രം അവൻ വിഷമത്തിൽ മുങ്ങിപ്പോകാത്തത്. ഇത്രയും വലിയൊരു പ്രണയ തകർച്ചയിൽ നിന്നും കരകയറി വന്ന ഒരാള് കുറച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റുമോ മോളെ? ഇല്ല. മോളോട് അവൻ എങ്ങനെ എന്തെങ്കിലും ചോദിച്ചെങ്കിൽ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. മോളെ വിശ്വാസമില്ലാത്തോണ്ടൊന്നുമല്ല, അവന്റെ അനുഭവങ്ങൾ അവനെ പേടിപ്പിക്കുന്നതാ. ഇവിടെ വെച്ച് എന്തായാലും വക്കീലിനോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. അത് അമ്മയ്ക്ക് ഒരുപാട് വിഷമാവും. ഞാൻ പോട്ടെ അമ്മേ. മുകുന്ദനെ കാണണ്ടേ? ഞാൻ പിന്നെ കണ്ടോളാം. എനിക്കൊരു കൂട്ടുകാരി പിക്ക് ചെയ്യാനുണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് കേറിയെന്നേ ഉള്ളൂ. എന്നാ ശരി മോളെ. ശരി. അമ്മേ, കുളിമുറി സോപ്പില്ല, തൽക്കാലം വിടതാ. ആ, സോപ്പൊക്കെ തരാം. മഹിമ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എവിടെ? ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഒരു കൂട്ടുകാരിയെ പിക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. പോയ വഴിക്ക് വെറുതെ കയറിയതാ. നിനക്ക് വേണ്ടി കുറെ സമയം കാത്തിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. നീ വിഷമിക്കൊന്നും വേണ്ട, അവള് നിന്നെ വന്ന് കാണുന്നുണ്ട് കേട്ടോ. സോപ്പ് എടുത്തോണ്ട് വരട്ടെ. അവൾ എന്തിനായിരിക്കും വന്നത്? എന്നോടൊന്നും മിണ്ടാതെ പോവുകയും ചെയ്തു. മഞ്ജു, നീ എന്തായി കാണിക്കുന്നേ? ഫാൻ തുടയ്ക്കാൻ പോവാ. അതെനിക്ക് മനസ്സിലായി. വാ, താഴോട്ട് ഇറങ്ങാം. ഇങ്ങോട്ട് ഇറങ്ങാൻ. അതൊക്കെ സൂക്ഷിച്ച് ഇരിക്ക. നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം മറന്നോ? ഈ സമയത്ത് ഇങ്ങനെ റിസ്ക് ഉള്ള ജോലിയൊന്നും ചെയ്യരുത്. ഒരു ഫാൻ തുടയ്ക്കുന്നതിൽ എന്ത് റിസ്കാ ഉള്ളത്? എങ്ങാനും കാല് തെറ്റി നിലത്ത് വീണാലോ? അതെ, ഇങ്ങനെയുള്ള വല്ല ജോലി ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ഗിരിയേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ തുടങ്ങിയ വലിയ കഷ്ടം. ഞാൻ ജോലിക്ക് പോകേണ്ടി വന്നാ എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ഗിരിയേട്ടന് അറിയാമോ? ആ, ഞാൻ അതിനെക്കുറിച്ച് നിന്നോട് സംസാരിക്കാനിരിക്കായിരുന്നു. നിനക്ക് എപ്പോ മുതലാ ലീവ് കിട്ടുക? 7-ാം മാസം മുതല്. അയ്യോ, അത്രയും കാലം നീ ജോലിക്ക് പോകാനുള്ള പരിപാടിയാണോ? ഓ, അത് പറ്റില്ലല്ലോ.